എനിക്ക് യേശു മതി, തൻഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായുറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായുറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കൊരു ഭവനം പണിതു തരും, ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും. പുതിയ വഴികളെ തുറന്നു തരും, യേശു മതിയായവൻ. എനിക്കൊരു ഭവനം പണിതു തരും, ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും. പുതിയ വഴികളെ തുറന്നു തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർന്നിടും, യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർന്നിടും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി,
മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. സ്തോത്രം. ഹല്ലേലൂയ. വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. पिता पुत्र पवित्र आत्मा को स्तुति हो। तो कल हमने चिंता कर रहा था आत्मीय युद्ध के लिए क्या वेपन हमें यूज़ करना है करके हमने चिंता कर रहा था। पहले वेपन है प्रार्थना। प्रार्थना हमारा पवित्रता के साथ जीने के बाद हमारा पवित्र जीवन बिताने के साथ साथ हमें प्रार्थना करने वाला व्यक्ति होना मांगता है। कल हमने हन्ना का प्रार्थना के बारे में चिंता किया और हन्ना उसका परिवार को कैसा परमेश्वर के लिए तैयार किया, उनका बच्चे लोगों को कैसा तैयार किया करके हमने सुना. നമ്മൾ കഴിഞ്ഞ ദിവസം ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് വചനം വായിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എലിയ പ്രവാചകൻ എങ്ങനെയാ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 1 രാജാക്കന്മാർ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 42-44 വരെ നമ്മൾ വായിച്ചാൽ മഴയില്ലാത്ത ദേശത്ത് മഴ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിനു മുമ്പ് എലിയാവ് തന്നെ മഴയെ നിർത്തൽ ചെയ്തതാണ്. മഴയെ നിർത്തൽ ചെയ്യുവാനും മഴയെ തിരിച്ചു വിളിക്കുവാനും അധികാരമുള്ള വ്യക്തിയായി മാറണം നാം ഓരോരുത്തരും. अभिषिक्त लोगों को बारिश को रुकाने के लिए और बारिश गिराने के लिए शक्ति है करके ये वचन के द्वारा हमें मालूम पड़ता है. तो वो वचन जरा पढ़ेंगे 18 का 42 से 44 तक. ആഗാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറി പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിൽ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതെ, ശബ്ദമില്ലാത്ത പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കാണുകയാണ്. ഹന്ന പ്രാർത്ഥിച്ചു, വിതുമ്പി, അവരുടെ ചുണ്ടുകൾ മാത്രം അനങ്ങി എന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഏലിയാവ് എന്താ ചെയ്യുന്നത്? ഏലിയാവ് തൻ്റെ മുട്ടുകളുടെ ഇടയിലേക്ക് തൻ്റെ തല കുനിച്ചു വെച്ചുകൊണ്ട് തൻ്റെ ദാസനോട് പറഞ്ഞു, നീ പോയി നോക്ക്, മഴയുടെ വല്ല മേഘങ്ങളും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യരെ കേൾപ്പിക്കാനുള്ള പ്രാർത്ഥനയല്ല, മനുഷ്യരെ കാണിക്കാനുള്ള പ്രാർത്ഥനയല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അവിടെ എത്ര ദൃഢമായ ബന്ധമാണ് ദൈവവുമായിട്ടുള്ളത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അലറി വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തോടുള്ള ബന്ധത്തെ നമുക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധം നാം സ്ഥിരപ്പെടുത്തി ദൃഢപ്പെടുത്തി ജീവിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഏത് വിധത്തിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. हालेलुया. परमेश्वर से जो संबंध है वो उसको दृढ़ता में एकदम नजदीक में लेकर आकर कैसा भी प्रार्थना करे, परमेश्वर हमारा प्रार्थना सुनेगा. वो चिल्लाकर प्रार्थना करे, वो घुटने के नीचे झुककर प्रार्थना करे और जीभ होठ काली होठ हिलाकर प्रार्थना
करेगा तो भी परमेश्वर सुनेगा। हालेलुया। तो इधर से हमें मालूम पड़ता है एलिया 18 का चैप्टर 18 हम पढ़ेगा तो एलिया किरत नदी के सामने बैठकर प्रार्थना किया। उधर उनको कोई जो काम नहीं था, अकालपन पड़ा था। बारिश कौन रुकाया? एलिया ही रुकाया था। बारिश नहीं गिर रहे, अकालपन बढ़ गया, और अकालपन बढ़ने का समय परमेश्वर उसको एक नदी के किनारे में छुपाया। हालेलुया। तो छुपाकर उधर बैठने का समय एलिया क्या किया होगा? एलिया वो नदी के किनारे में बैठने का समय प्रार्थना किया होगा। हालेलुया। प्रार्थना में अपने आप को तैयार किया होगा। यीशु परमेश्वर से जो संबंध है वो दृढ़ कर रहा था। हमने को मालूम है वो किरत नदी के सामने एलिया बैठने का समय कौआ उसको ब्रेड और मटन ला के दिया करके बाइबल में लिखा है। हालेलुया। और पानी किरत नदी से वो पी रहा था। परमेश्वर उन्हें संभाला। क्यों संभाला? परमेश्वर का प्रिय बच्चा है इसके लिए। हालेलुया। परमेश्वर का उपयोगी है, इसके लिए उनको परमेश्वर अकालपन का बीच में भी संभाला। हालेलुया। तो हमारे जीवन में आजकल अकालपन आया है, प्रश्न आया है, महामारी आया है, हम कितना परमेश्वर से संभाला जाता है वो जरा ध्यान कर देखो। हमारा परमेश्वर हमें संभालते हैं तो हम परमेश्वर के लिए कैसा हमारा मन को बदल डालते हैं, हम परमेश्वर के लिए कैसा जीता है। हम बोलते हैं परमेश्वर हमें संभालता है, मगर हम परमेश्वर के लिए क्या करता है? इधर एलिया सिर्फ परमेश्वर के लिए जी रहा है, परमेश्वर का कहना मानकर जी रहा है, प्रार्थना कर रहा है, परमेश्वर से बातें कर रहा है, परमेश्वर का प्रवृत्ति के लिए प्यासा बनकर जी रहा है। हम परमेश्वर को छोड़कर, परमेश्वर इतना अच्छी तरह से हमें संभाल रहे, फिर भी हम परमेश्वर से दूर रहते हैं करके हमारा जीवन जरा हम जांच कर देखेगा तो मालूम पड़ता है। हालेलुया। और दानियल का पुस्तक में देखो, दानियल का पुस्तक में भी 10वीं अध्याय का 12 में एक वचन है, दानियल का प्रार्थना के बारे में लिखा है। तो एलिया प्रार्थना कर कर क्या शक्ति पाया? वो आग उतार कर लोगों के बीच में प्रवृत्ति करने के लिए शक्ति पाया। किरत नदी के किनारे में बैठकर प्रार्थना कर कर शक्ति पाया। इसके लिए उसको 850 कितना लोगों के बीच में 850 बाल विग्रहों को सेवा करने वाला लोगों के बीच, पुरोहित लोगों के बीच में वो याग करने का समय आग उतार कर परमेश्वर का चमत्कार दिखाने के लिए प्राप्त हो गया करके उधर लिखा है। वो दानियल का पढ़ने के पहले हम वो पहले राजा का पहले राजा का 18वीं अध्याय का 24 जरा पढ़ेंगे। हिंदी में पढ़िए। നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. हिंदी में पढ़िए। आग से जवाब देने वाला परमेश्वर सच्चा परमेश्वर है करके बताने के लिए एलिया को शक्ति मिला। आग से जवाब देने वाला परमेश्वर
सच्चा परमेश्वर है करके दुनिया के सामने दिखाने के लिए परमेश्वर एलिया को कृपा मिला करके उधर। तो हमारा प्रार्थना जीवन हमें दुनिया के सामने परमेश्वर को महिमा देने के लिए मिलते हैं क्या? हमारा प्रार्थना जीवन से दुनिया के सामने परमेश्वर का नाम को महिमा करने के लिए मिलते हैं क्या? तो ये केरत नदी के सामने बैठकर प्रार्थना किया तो परमेश्वर का नाम का महिमा करने के लिए, चमत्कार करने के लिए कृपा एलिया प्राप्त किया। एलिया के बारे में नया नियम में लिखा है, एलिया हम मनुष्यों के समान स्वभाव वाला व्यक्ति था करके लिखा है। हम मनुष्यों के समान एलिया भी था करके लिखा है। तो हम मनुष्य को क्यों नहीं होता है? क्योंकि हम प्रार्थना स्वार्थता से करता है। हमारा प्रार्थना परमेश्वर का महिमा के लिए नहीं है। इसके वजह से हमें परमेश्वर का शक्ति प्राप्त कर परमेश्वर का महिमा दुनिया के सामने करने के लिए नहीं हो रहा है। हालेलुया। इसके लिए हमारा प्रार्थना के द्वारा हमें शक्ति पाना है, आत्मीय युद्ध करना है। हमें ये आत्मीयता का युद्ध और इस दुनिया का गलत प्रवृत्ति है करके दिखाने के लिए, तुम लोग जो कर रहे हो वो गलत है करके दिखाने के लिए हमारे पास परमेश्वर का शक्ति है तो हम दिखा सकता है। आग उतार कर वो जो भी प्रवृत्ति करने का है वो करा सकता है। तो हमारा प्रार्थना परमेश्वर का महिमा के लिए होना मांगते करके उधर से हमें सिखाता है। और दानियल का पुस्तक में 10वें अध्याय का 12वें वचन में दानियल अपने आप को झुकाकर प्रार्थना किया करके उधर से मालूम पड़ता है। पढ़िए। फिर उसने मुझसे कहा, हे दानियल, मत डर, क्योंकि पहले ही दिन के सब तूने समझने बूझने के लिए मन लगाया और अपने परमेश्वर के सामने अपने ही दीन किया। उसी दिन तेरे वचन सुने गए और मैं तेरे वचनों के कारण आ गया हूँ। तो जब परमेश्वर उनका वचन सुना, उनका प्रार्थना सुना, उसने परमेश्वर के सामने अपने आप को दीन किया, तभी परमेश्वर उनका प्रार्थना का जवाब मिनटों में भेज दिया। हालेलुया। परमेश्वर का हमारा प्रार्थना का जवाब मिलने के लिए हमें अपने आप को दीन करना पड़ेगा। एलिया ने विश्वास से प्रार्थना किया, ये जो मैं कर रहा है वो मैं प्रार्थना कर रहा है वो परमेश्वर कर देगा ही, ये विश्वास उनके अंदर था। तो हमारा प्रार्थना क्यों अनसुनी होता है? हमारा प्रार्थना में परमेश्वर चाहते वैसा हम कुछ भी दिखाई नहीं पड़ता है, इसके लिए हमारा प्रार्थना अनसुनी होता है। परमेश्वर चाहते वैसा हमारा प्रार्थना को, हमारा आराधना को, हमारा वचन के अनुसार जीने का अवस्था को हमें बदलना पड़ेगा, तो तुरंत हमारा प्रार्थना परमेश्वर सुनेगा। ये एलिया, दानियल और जो कोई हन्ना, जो कोई है हमारे समान व्यक्ति है। वो लोग पहले जमाने में जीता था, अभी का जमाने हम जी रहा है। पीढ़ी का लोग है, हमारे समान मनुष्य है। हमारे अंदर का परमेश्वर का भक्ति का कमी के वजह से, विश्वास का कमी के वजह से, हमारा वचन स्वीकारने का तरीका परमेश्वर की इच्छा के अनुसार नहीं है, इसके वजह से हमारा प्रार्थना अनसुनी होता है। हालेलुया। നമ്മുടെ പ്രാർത്ഥന ദൈവം
ത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടതായി മാറാത്തതിൻ്റെ കാരണം നാം നമ്മെ തന്നെ താഴ്ത്തി ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്നില്ല, ഏലിയാവിനെ പോലെ ദൈവത്തിന് പ്രയോജനത്തിന് വേണ്ടി നാം ജീവിക്കുന്നില്ല. വിശ്വാസവും നമുക്ക് ഏലിയാവിനെ പോലെ ഇല്ല. അതുകൊണ്ടാണ് ഹന്ന തന്നെ താൻ താഴ്ത്തി, എത്ര നിന്ദിക്കപ്പെട്ടിട്ടും അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ദൈവത്തെ മറുതലിക്കാതെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടായി. അനേകർ അവളെ നിന്ദിച്ചു. बहुत लोग हन्ना को निंदा किया, फिर भी परमेश्वर को भला बुरा ना कहते हुए वो निरंतर परमेश्वर के चरणों में बैठने लगा. इसके लिए हन्ना का प्रार्थना सुन लिया. यीशु मसीह का प्रार्थना के बारे में हमें मालूम है. लूका का सुसमाचार 22 का 41 हम पढ़ेगा तो यीशु मसीह कैसा प्रार्थना किया करके उधर से हमें मालूम पड़ता है. 22 का 41. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കിക്കേ, യേശു അവിടെ പറയാണ്, തന്നെത്താൻ മുട്ടുകുത്തി, ദൈവപുത്രനായിരിക്കെ തന്നെത്താൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, താഴ്ത്തി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടായി. അവിടെ നമുക്ക് കാണുവാൻ കഴിയും ദൈവശക്തി പ്രാപിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ദൈവശക്തി അങ്ങോട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് രക്തത്തുള്ളികളായി വീഴാൻ തുടങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവശക്തി പ്രാപിച്ച് യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി താഴെ വീഴാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ, हमारा शरीर में पवित्र आत्मा का शक्ति आएगा तो ये शरीर थोड़ा टाइट हो जाएगा. हालेलुया. हमारे शरीर में कुछ बदलाव आएगा. हालेलुया. हमारे शरीर का चिंता बदल जाएगा. हालेलुया. पवित्र आत्मा का शक्ति हमारे अंदर आएगा तो हमारा शारीरिक चिंता बदल डालेगा परमेश्वर. हालेलुया. सिर्फ परमेश्वर के लिए सोचने वाला बनेगा. परमेश्वर का जीवन जीने के लिए हम इच्छा रखने वाला बनेगा. हमारे अंदर पवित्र आत्मा का शक्ति आना मांगते तो हमारा शरीर को क्या करेगा? നമ്മുടെ ശരീരത്തെ ഒന്ന് ഒതുക്കും ദൈവം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ, ദൈവശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ജഡീയ അവസ്ഥകളൊക്കെ ഒന്ന് ഒതുക്കും ദൈവം. ഹല്ലേലൂയ. ഇത് ഒതുങ്ങുന്നില്ല എങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നാം ജഡികമായ എല്ലാ അവസ്ഥകളിലും ഒന്ന് ഒതുങ്ങുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദാനിയേൽ തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. നാം ആത്മീയ യുദ്ധത്തിൽ യുദ്ധം ചെയ്യാൻ, പോരാടി പ്രാർത്ഥിക്കുവാൻ നാം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായി പോരാടി പ്രാർത്ഥിച്ച് സ്വർഗരാജ്യത്തിലെത്താൻ വേണ്ടി നാം പോരാടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജഡീകതയെ ഒന്ന് ഞെക്കി ഒതുക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവശക്തി മനുഷ്യ ശരീരത്തെ ഞെക്കിയപ്പോഴാണ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളി വീണതെന്നാണ് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി തീയുടെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതായിട്ട് നമുക്കറിയാം.
40 ദിവസം അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 40 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? പ്രാർത്ഥനയുടെ ശക്തി തീയുടെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങണം. ഹല്ലേലൂയ. ഹമേ ലഡായി कर कर इस दुनिया से और इस दुनिया का शैतान से लड़ाई कर कर हमें प्रार्थना करना है. तो तभी क्या करेगा? परमेश्वर का पवित्र शक्ति आग का रूप से उतरेगा. हालेलुया. ദൈവത്തിൻ്റെ ശക്തി തീയുടെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പോരാടി പ്രാർത്ഥിക്കണം. ലോകത്തോട്, പിശാചിനോട്, ഈ മാനുഷിക ശക്തികളോട്, അന്ധകാര ശക്തികളോട് നമുക്ക് പോരാടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. നമുക്കറിയാം, ദൈവശക്തി ദൈവവുമായിട്ടുള്ള ബന്ധമനുസരിച്ചിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ. നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നാം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നമ്മുടെ ബന്ധത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവവുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ നാം ദൈവത്തിനുള്ളത് ചിന്തിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ദൂരത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്കറിയാം, മുള്ളും പാറക്കാരെയുമുള്ള ഈ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കണം. മുള്ളും പാറക്കാരെയെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ശക്തികൾ, അന്ധകാര ശക്തികൾ, മാനുഷിക ശക്തികൾ, ലോകശക്തികൾ, ഇതെല്ലാം മുള്ളും പാറക്കാരെയുമാണ്. ഹല്ലേലൂയ. ദൈവജനത്തിനുള്ള മുള്ളും പാറക്കാരെയുമാണ്. ഹല്ലേലൂയ. ആ മുള്ളും പാറക്കാരെയുമുള്ള ലോകത്തിലാണ് യേശു തമ്പുരാൻ നമ്മളെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, സാത്താൻ്റെ സിംഹാസനം ഇരിക്കുന്നിടത്താണ് നിങ്ങളെ ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ചെയ്യണം? സാത്താൻ്റെ സിംഹാസനത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പോരാടി പ്രാർത്ഥിച്ച് തീ ഇറക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ആയിത്തീരണം. നമ്മുടെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങുമാറായെങ്കിൽ മാത്രമേ സാത്താൻ്റെ ശക്തികളെ നമുക്ക് ജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ പോരാട്ട പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നമ്മുടെ മേലെ അഭിഷേകം ഉണ്ടാകണം. ഹല്ലേലൂയ. 12 അപ്പോസ്തലന്മാരുടെ മേൽ തീ ഇറങ്ങിയപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ദൈവത്തിന് ഹിതമുള്ളത് ചെയ്യാൻ തുടങ്ങി. അവർ സംസാരിക്കുമ്പോൾ 3000 പേര് 5000 പേര് രക്ഷ പ്രാപിക്കാൻ തുടങ്ങി. അവർ പിന്നീടുള്ള ജീവിതം മൊത്തം ദൈവത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, എങ്കിലും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രയോജനപ്പെടുന്നില്ല, ദൈവത്തിന് നാം പ്രയോജനപ്പെടുന്നില്ല. പിന്നെ നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയുള്ളതാണ്? എന്തുകൊണ്ടാണ് നമുക്കും പ്രയോജനപ്പെടുന്നില്ല? ദൈവത്തിന് പ്രയോജനപ്പെടുന്നില്ല, നമുക്ക് പ്രയോജനപ്പെടുന്നില്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന പ്രയോജനപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു പോരാടി പ്രാർത്ഥിച്ച് ആത്മാഭിഷേകത്തിൽ പ്രാപിച്ച് ആത്മാഭിഷേക് പ്രാപ്त कर कर लड़ाई कर कर हमें प्रार्थना कर कर जीत पाना है करके परमेश्वर में आज सिखा रहा है. हालेलुया. हम कांटा रहने वाला जगह में हम रह रहा है. कांटा बोलेगा तो अंधकार का शक्ति, शैतान का शक्ति, दुनिया का शक्ति हमें गिराने के लिए जो कुछ देखते हैं वो सब कांटा है, दुनिया का कांटा. उस कांटे में लगकर हमें गिरना नहीं है, तो हमें लड़ाई कर कर आत्मीयता में भरपूरी प्राप्त कर कर हमें प्रार्थना कर कर जीना है और अभिषेक प्राप्त कर कर जीना है. हालेलुया. हालेलुया. स्तोत्रम.
നമുക്കറിയാം മോശയെക്കുറിച്ച് നമ്മൾ കാണുന്നു. മോശ പാപിയായിരുന്നു. മോശ പാപം ചെയ്തിട്ട് ഓടി വന്ന സമയത്താണ് പിന്നെ എവിടെയാ മുൾപ്പടർപ്പ് കത്തുന്നതായിട്ട് കാണുവാനിടയായി തീർന്നു. ആ മുൾപ്പടർപ്പിൻ്റെ അടുത്തേക്ക് ദൈവം അവനെ വിളിച്ചു വരുത്തി. ആ മുൾപ്പടർപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവനെതിരായിട്ട് നിന്ന എല്ലാ ആദാമ്യ ശാപങ്ങളും ഇല്ലാതായിപ്പോയി. ഹല്ലേലൂയ. ആ മുൾപ്പടർപ്പിൻ്റെ അടുത്തേക്ക്, ആ തീയുടെ അടുത്തേക്ക് നാം അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന സകല ശാപങ്ങളും നീങ്ങിപ്പോകുക മാത്രമല്ല, നമ്മളെ ജനത്തിന് പ്രയോജനമുള്ളതാക്കി മാറ്റോ, നമ്മളെ ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി മാറ്റോ, നമ്മുടെ ജീവിതം നമുക്കും പ്രയോജനമുള്ളതായി മാറും. ഹല്ലേലൂയ. അപ്പോൾ മോശ ഒന്നിനും ആർക്കും വേണ്ടാത്ത മോശയെ, പേടിച്ച് ഓടിപ്പോയ മോശയെ അപ്പൻ്റെ ആടിനെ പോലും വിട്ടിട്ട് ഓടേണ്ടി വന്നു കാരണം അവനോ കൊലയാളിയായിരുന്നു. എന്നാൽ അവൻ മുൾപ്പടർപ്പിൻ്റെ അടുത്തേക്ക്, എരിയുന്ന വൃക്ഷത്തിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്തേക്ക്, സിനായ് പർവ്വതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ്റെ സകല ശാപങ്ങളും മാറി അവൻ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ശക്തനായി തീർന്നു. ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ പോരാടി പ്രാർത്ഥനയിൽ നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പ്രാർത്ഥിക്കേണ്ടത് വലിയ ആവശ്യമാണ്. നമ്മുടെ ഈ ആദാമ്യ പാപം വിട്ടുപോകുവാൻ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അനേകര് യാചിക്കുന്നവരാണ്, അനേകര് പ്രവർത്തിക്കുന്നവരാണ്, അനേകരെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. നാം ഏത് തരത്തിലുള്ളവരാണ്? സത്യത്തിൽ നിന്നുകൊണ്ട് പൊരുതുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സത്യത്തിലും വിശുദ്ധിയിലും നിന്നുകൊണ്ട് നമുക്ക് പോരാടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ സത്യത്തിലും വിശുദ്ധിയിലും നാം പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ തീ ഇറക്കി, നമ്മെ അഭിഷേകം ചെയ്ത്, നമ്മെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയാക്കി മാറ്റുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അതാണ് ആത്മീയ യുദ്ധത്തിന് വേണ്ടി ഒന്നാമത്തെ വെപ്പൺ നാം വിശുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. വിശുദ്ധിയിലും ആത്മാഭിഷേകത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നാം ഓരോരുത്തരും. അപ്പോൾ പ്രാർത്ഥന ഏറ്റവും വലിയ ആത്മീയ യുദ്ധത്തിനുള്ള ഒരു വെപ്പണാണ്. ഈ വെപ്പൺ നാം എപ്പോഴും ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, നിരന്തരം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്രകാരമായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഇതിൻ്റെ ബാക്കി അടുത്ത വെപ്പൺ എന്തുവാണെന്ന് നമുക്ക് അടുത്ത വചനത്തിൽ നമുക്ക് കേൾക്കാം. അടുത്ത ദിവസം നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവം എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.